മദ്യനയം യുഡിഎഫിന് തിരിച്ചടിയായില്ലെന്ന് സുധീരൻ. അത്തരം പ്രചാരണങ്ങൾ ബാർ ലോബിയുടേതാണ്. കെ ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടിയില്ല. എൽഡിഎഫ് സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും സുധീരൻ ജാഗ്രതയോടെ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഒരുപക്ഷെ ഒരു ഭാഗത്ത് വലിയ കരുനീക്കങ്ങൾ സുധീരനെതിരെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സുധീരൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തന്നെ മറുഭാഗത്ത് KPCCയിലുണ്ടായ സംഭവങ്ങളും? സൗമ്യ, KPCC നിർവാഹക സമിതി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മദ്യനയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരം തെരഞ്ഞെടുപ്പിൽ മദ്യനയമാണ് വലിയ തോതിൽ UDFന് തിരിച്ചടിയായത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അത് തീർത്തും മദ്യലോബിയാണ് അതിന് പിന്നിൽ, അത്തരം വാർത്തകൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും സുധീരനും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചേർന്നാണ് UDFനെ നയിച്ചത്. അതുകൊണ്ട് തന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയുമോ എന്നുള്ള ചോദ്യത്തിന് അത്തരത്തിൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. രാവിലെ 11 മണിയോടുകൂടിയാണ് KPCC നിർവാഹക സമിതി യോഗം ചേർന്നത്. എന്നാൽ ഇന്ന് UDFന്റെ കനത്ത പരാജയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് KPCC യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി അടുത്ത മാസം 4, 5 തീയതികളിൽ 2 ദിവസങ്ങളിലായി KPCC യോഗം ചേരുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകിച്ചും എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ ചർച്ച നടക്കുക. KPCC ഇതിനായി നേരിട്ട് തന്നെ അതാത് ജില്ലകളിൽ നിന്നും തെളിവെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായിരുന്നെങ്കിൽ ഇത് വലിയ തോതിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് KPCC നിർവാഹക സമിതി യോഗം നീങ്ങിയേനെ എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഗ്രൂപ്പ് യോഗങ്ങൾ ഇതിന് മുന്നോടിയായി ചേരുകയും യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ഇന്ന് ഈ കനത്ത തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് ഇന്ന് നീങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. മറ്റൊന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു സുധീരൻ നൽകിയ മറുപടി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരുവിധ തർക്കങ്ങളും അവശേഷിക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായി താൻ ചർച്ച ചെയ്തതായും സുധീരൻ വ്യക്തമാക്കുന്നു. ഇതിലും ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്നത്തെ KPCC നിർവാഹക സമിതി യോഗത്തിൽ നിന്നും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. അവർക്ക് ഇന്ന് തന്നെ വിശദമായ ചർച്ച വേണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്ന് അവർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് ഈ വിഷയത്തിന് പ്രത്യേകിച്ചും വനിതകൾക്ക് കോൺഗ്രസിൽ ഒരു അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നൊരു പരാതിയും ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. വെറും വിറക് വെട്ടാനും വെള്ളം കോരികളുമായി മാത്രം വനിതകളെ ഉപയോഗിക്കുന്നു. ആ രീതിയിലേക്ക് വനിതകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം നൽകുന്നില്ലെന്നും അവർ വലിയ ഒരു രീതിയിൽ തന്നെയാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. UDF നേതൃത്വത്തിനെതിരെ ബിന്ദു കൃഷ്ണയും ഷാനിമോളും രംഗത്ത്. UDFൽ വനിതകൾക്ക് അവഗണനയാണ്. സ്ത്രീകൾ വെള്ളം കോരികളും വിറക് വെട്ടുകാരുമാണ്. LDF 2 വനിതകളെ മന്ത്രിമാരാക്കിയത് ചരിത്ര സംഭവമാണെന്നും ഇരുവരും വ്യക്തമാക്കി. കോൺഗ്രസിനകത്ത് ഒട്ടേറെ വനിതകൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാതെ തോക്കുമെന്ന് 100% ഉറപ്പുള്ള സീറ്റുകൾ തെരഞ്ഞുപിടിച്ച് തരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ വനിതകൾ എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമില്ലാതായി ഇത് പറയുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ഇതല്ല. ഏറ്റവും കൂടുതൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്. LDF മന്ത്രിസഭയിലെ CPIM മന്ത്രിമാരെ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയത്. സ്പീക്കർ സ്ഥാനത്തേക്ക് P. ശ്രീരാമകൃഷ്ണനെയും തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ എന്നിവർ മന്ത്രിമാരാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ G. സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J. മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പുതുക്കാട് ഏരിയ കമ്മിറ്റി അംഗമായ C. രവീന്ദ്രനാഥും CPM സ്വതന്ത്രൻ KT ജലീലും മന്ത്രിയാകും. വകുപ്പുകൾ ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിമാരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. 3 പേർ മുൻ LDF മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. 19 അംഗ മന്ത്രിസഭയിൽ CPMനെ കൂടാതെ CPIക്ക് 4 മന്ത്രിമാരും JDS, NCP, കോൺഗ്രസ് എസ് എന്നീ ഘടകകക്ഷികൾക്ക് 1 വീതം മന്ത്രിമാരുമാണ് ഉണ്ടാവുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം CPIക്കാണ്.
2-ന് ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതിയും നിശ്ചയിക്കും. കേരള ചരിത്രത്തിൽ പുത്തൻ അധ്യായം രചിച്ച് CPM-ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ. വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം മറ്റന്നാൾ കൈക്കൊള്ളും. AKG സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം KG ദിനകർ. CPI-യുടെ സംസ്ഥാന കൗൺസിൽ 4 മന്ത്രിമാരെയും തെരഞ്ഞെടുത്തു. E. ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P. തിലോത്തമൻ, K. രാജു എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, C. ദിവാകരൻ എന്നിവരെ ഒഴിവാക്കി. പാർട്ടി എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് CPI-യുടെ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ, തൃശൂർ MLA VS സുനിൽകുമാർ, ചേർത്തല MLA P. തിലോത്തമൻ, പുനലൂർ MLA K. രാജു എന്നിവർ മന്ത്രിമാരാകും. ചിറയൻകീഴ് MLA V. ശശിയായിരിക്കും പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ. മുതിർന്ന നേതാക്കളായ C. ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ എന്നിവരുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിലും പുതുമുഖങ്ങൾ മതിയെന്ന് CPI-യുടെ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് ചേരും. CPI 5-ാം മന്ത്രിയെ ആവശ്യപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളിൽ ധാരാളം വകുപ്പുകൾ ഞങ്ങൾ ചോദിച്ചെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. 5 മന്ത്രിമാരെ ചോദിച്ചു എന്നൊക്കെ. ദയവ് ചെയ്ത് ആരെങ്കിലും തൽപര കക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കരുത്. ഇവിടെ കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 25-ാം തീയതി രാവിലെയാണ് CPI-യും CPM-ഉം LDF-ഉം വകുപ്പിനെ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നിയുക്ത മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കാലിയായ ഖജനാവാണ് പുതിയ സർക്കാരിന്റെ മുന്നിലെ വെല്ലുവിളി. വികസനത്തിനായി പുതിയ സമന്വയം ഉണ്ടാക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട് 60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നുമാത്രമല്ല, പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം C&G തന്നെ പറഞ്ഞിട്ടുണ്ട് 61%. അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരായ സ്കൂൾ സംരക്ഷണ സമിതിയുടെ സമരം അക്രമാസക്തമായി. സ്കൂൾ രേഖകൾ തിരിച്ചെടുക്കാനായി എത്തിയ AEOയെ സ്കൂൾ സംരക്ഷണ സമിതിയും നാട്ടുകാരും ഉപരോധിച്ചതോടെ സമരം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കഴിഞ്ഞ 47 ദിവസമായി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതി പ്രവർത്തകർ മലാപ്പറമ്പ് AUP സ്കൂളിൽ ഉപരോധ സമരം നടത്തിവരികയാണ്. ഇതിനിടെ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ പൂട്ടാനെത്തിയ AEO കുസുമത്തെ സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സ്കൂൾ ഗേറ്റ് തല്ലിപ്പൊളിച്ചാണ് പോലീസ് AEOയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പോലീസും സമരസമിതി പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായി. സംഘർഷാവസ്ഥയെ തുടർന്ന് കോടതി ഉത്തരവ് നടപ്പാക്കാനാകാതെ AEO മടങ്ങി. നിലവിൽ 60 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്ക് 23 കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. അതിനാൽ തന്നെ സ്കൂൾ സംരക്ഷിക്കാൻ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ്. ജനകീയ സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്കൂൾ നിലനിർത്താൻ ഞങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ അത്രയും ബാധ്യത ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ബാധ്യത ഞങ്ങൾക്ക് നിറവേറ്റണമെങ്കിൽ ഈ സ്കൂൾ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10 വർഷത്തിന് മേൽ പഴക്കമുള്ള 2000 CCക്ക് മുകളിലുള്ള ഡീസൽ എഞ്ചിനുകൾ 1 മാസത്തിനകം മാറ്റാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. ഇന്ന് പ്രവർത്തനം ആരംഭിച്ച കൊച്ചിയിലെ സർക്യൂട്ട് ബെഞ്ചിന്റേതാണ് താൽക്കാലിക ഉത്തരവ്. 1 മാസത്തിനകം വാഹനങ്ങൾ മാറ്റിയില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടാനും പിഴ ഈടാക്കാനും ഉത്തരവിൽ പറയുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തിന് അനുവദിച്ച ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പ്രത്യേക സർക്യൂട്ട് ബെഞ്ച് പ്രവർത്തനം ആരംഭിച്ച ദിവസം തന്നെ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചാണ് വാർത്തകളിൽ നിറയുന്നത്. സംസ്ഥാനത്തെ വായു മലിനീകരണത്തിന് ഒരു അറുതി വരുത്തണമെന്ന ലോയേഴ്സ് എൻവയോൺമെന്റ് അവയർനെസ് ഫോറത്തിന്റെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റെ ഉത്തരവ്. 10 വർഷത്തിനുമേൽ പഴക്കമുള്ള 2000 CCക്ക് മുകളിലുള്ള ഡീസൽ എഞ്ചിനുകൾ 1 മാസത്തിനകം നിരത്തുകളിൽ നിന്ന് മാറ്റണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടാനും
10,000 രൂപ പിഴ ഈടാക്കാനും സുപ്രധാന വിധിയിൽ പറയുന്നു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ശേഷം ജസ്റ്റിസ് സ്വതന്ത്രകുമാർ, വിദഗ്ധാംഗം BS സ്വാജൻ എന്നിവരടങ്ങിയ സർക്യൂട്ട് ബെഞ്ച് 14 കേസുകളാണ് പരിഗണിച്ചത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേസെന്ന നിലയ്ക്കാണ് ലോയേഴ്സ് എൻവയോൺമെന്റ് അവയർനെസ് ഫോറത്തിന്റെ പരാതിയിന്മേൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ വിധി പ്രായോഗികമാക്കാൻ നിലവിൽ കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധ്യമല്ല എന്ന അഭിപ്രായം വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഉത്തരവ് നടപ്പിലാക്കിയാൽ നിരത്തുകളിലുള്ള ഭൂരിഭാഗം പൊതു സ്വകാര്യ ബസ്സുകളും പിൻവലിക്കേണ്ടി വരും. ജനങ്ങളുടെ യാത്രയ്ക്ക് പുറമെ ചരക്കു നീക്കത്തെയും വിധി സാരമായി ബാധിക്കും. കേരളത്തിലെ സാഹചര്യങ്ങൾ പഠിച്ചു വേണമായിരുന്നു ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കാൻ എന്ന ആരോപണമാണ് ഉത്തരവിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ താൽക്കാലിക ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിനടക്കമുള്ള മേൽ നടപടികൾക്കും സാധ്യതകൾ ഏറുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം കുളത്തുപുഴയിൽ 9 വയസ്സുള്ള ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളത്തുപുഴ മൈലം സ്വദേശി അനസാണ് പോലീസിന്റെ പിടിയിലായത്. മുതിർന്ന CPIM നേതാവും മുൻ MPയുമായ K. അനിരുദ്ധന്റെ സംസ്കാരം അല്പസമയത്തിനകം ശാന്തി കവാടത്തിൽ നടക്കും. രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. ഇന്നലെ രാത്രി 11:30 വഴുതക്കാട് അനിരുദ്ധൻ റോഡിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിൽ കൃഷ്ണൻ കോൺട്രാക്ടറുടെയും ചക്കി ഭഗവതിയുടെയും മകനായി 1924 സെപ്റ്റംബർ 8 അനിരുദ്ധന്റെ ജനനം. ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 64-67 കാലഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ദീർഘകാലം CPIM ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CITU ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1963 നിയമസഭാംഗമായി. 65 ജയിലിൽ കിടന്നുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1967 ചിറയൻകീഴ് പാർലമെന്റ് മണ്ഡലത്തിൽ R. ശങ്കറെ പരാജയപ്പെടുത്തി. നിരവധി പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുത്ത് കൊടിയ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട് അനിരുദ്ധൻ. ഡോക്ടർ A. സമ്പത്ത് MP, A. കസ്തൂരി എന്നിവർ മക്കളാണ്. വൈകിട്ട് 4 ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനിരുദ്ധന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഭരത് പ്രേംജിയുടെ ഭാര്യ ആര്യ പ്രേംജി അന്തരിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം അമ്പലമുക്കിലെ വസതിയിലായിരുന്നു അന്ത്യം. 99 വയസ്സായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ 2ാം വിധവാ വിവാഹത്തിലൂടെ ചരിത്രത്തിലിടം നേടിയ പോരാളിയാണ് ആര്യ പ്രേംജി. സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ കൗമാരത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്ന ആര്യയ്ക്ക് 15ാം വയസ്സിൽ വിധവയാകേണ്ടി വന്നു. വിധവയെന്ന നിലയിൽ അടിച്ചമർത്തലുകൾ നേരിട്ട ആര്യ പിന്നീട് 30ാം വയസ്സിൽ പ്രേംജിയെ വിവാഹം കഴിച്ചു. വിധവാ വിവാഹം നിഷിദ്ധമായിരുന്ന കാലത്ത് നമ്പൂതിരി സമുദായത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇത്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ VT ഭട്ടതിരിപ്പാടും MRBയും ശബ്ദമുയർത്തുകയും വിധവകളെ വിവാഹം ചെയ്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ആ മാതൃക പിന്തുടർന്നാണ് പ്രേംജി ആര്യയെ വിവാഹം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് സാമൂഹിക അസമത്വത്തിനെതിരെ പോരാടിയ ആര്യ 1964 മുതലുള്ള 5 വർഷം തൃശൂർ നഗരസഭയിൽ കൗൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്യ പ്രേംജിയുടെ ജീവിതത്തെ അധികരിച്ച് മകനും പത്രപ്രവർത്തകനുമായ നീലൻ തയ്യാറാക്കിയ അമ്മ എന്ന ഡോക്യുമെന്ററിക്ക് ഈ വർഷത്തെ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പരീക്ഷണ വിക്ഷേപണം നടത്തി. ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുന്നു. വ്യാപകമായ ഉഷ്ണതരംഗത്തിൽ 13 പേരാണ് ഇതുവരെ മരിച്ചത്. രോഹിത് വെമുല കേസ് അന്വേഷിക്കുന്ന ഒറ്റയാൾ കമ്മീഷന്റെ കാലാവധി നീട്ടി. ഓഗസ്റ്റ് 1 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക.